നമസ്കാരം, ഞാൻ ഡോക്ടർ അർജുൻ, ചെങ്ങമ്പള്ളി റെമേഡിയം ഫിഷനാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളെ മുന്നിലേക്ക് ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് നിലച്ചു എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ BLS എന്ന് പറയും, ബേസിക് ലൈഫ് സപ്പോർട്ട് പറയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിലേക്ക് ഒരാൾ തല കറങ്ങി കുഴഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി എന്നൊരു പോയിന്റാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മളും സേഫ് ആവണം, അതേപോലെ തന്നെ കിടക്കുന്ന ആളെയും സേഫ് ആക്കണം. അദ്ദേഹത്തിനെ ഒരു നല്ലൊരു പ്രതലത്തിലേക്ക് നമുക്ക് മലർത്തി കിടത്താൻ ആദ്യം ശ്രദ്ധിക്കുക. ഓക്കെ, അദ്ദേഹത്തിന് എന്തെങ്കിലും മുറിവുകൾ പറ്റിയോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കിടന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമതാകുമ്പോൾ ഹെൽപ്പ് വിളിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ആംബുലൻസ് വിളിക്കാം, ഒരു ഓട്ടോറിക്ഷ വിളിക്കാം. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കാണാം. ഓക്കെ, മൂന്നാമതായിട്ട് അദ്ദേഹം ലൈവ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് നെഞ്ചത്തേക്കും കുറച്ച് ശക്തിയായിട്ട് നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ലൈവ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. നല്ല രീതിയിൽ അടിച്ചു, അദ്ദേഹത്തിന്റെ ബോഡി മൂവ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, കണ്ണ് അനക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോഡി അനക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നന്നായിട്ട് നെഞ്ചത്തേക്ക് ആഞ്ഞടിച്ചു കഴിഞ്ഞാലും ഒരു മൂവ്മെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ എവിടെയോ ഒരു ഇഷ്യൂ കിടക്കുന്നുണ്ട്, അതിപ്പോൾ വർക്കിംഗ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിലും ക്രൈറ്റീരിയാസ് ഉണ്ട്. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. അപ്പം നെഞ്ചത്ത് കല്ലിപ്പോ അല്ലെങ്കിൽ ഒരു പൊട്ടിയ രീതിയിൽ നീരോ കാര്യങ്ങളോ കാണുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ രക്തവാർച്ചയുണ്ട്, രക്തം പൊട്ടി ഒലിക്കുന്ന പോലെ കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നെഞ്ചത്തേക്ക് ആഞ്ഞടിക്കാൻ പാടില്ല, CPR-ലേക്ക് പോകാൻ പാടില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ കുഴഞ്ഞു വീണതുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരേണ്ടതാണ്. വന്നില്ല എന്നുണ്ടെങ്കിൽ നാലാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന്റെ കഴുത്തിലായിട്ട് നമുക്ക് പൾസ് ചെക്ക് ചെയ്യാം. ഓക്കെ, കയ്യിലല്ല, കഴുത്തിലാണ്, ഇടതുഭാഗത്തായിട്ടാണ് പൾസ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ്. നല്ല എൻഡിലും അല്ല, തൊണ്ടയിലും അല്ല, അതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ഒരു കനാല് പോലെ കിടക്കുന്നുണ്ട്. അവിടെ 3 വിരൽ വെച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പൾസ് കിട്ടും. പൾസ് ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, 5 സെക്കൻഡ് മിനിമം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പൾസ് ഇല്ലാന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പിറേഷൻ വെച്ച് നോക്കാം. അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവന് ഭീഷണിയായിട്ട് ഡേഞ്ചർ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു പ്രക്രിയയാണ്, കാർഡിയോ പൾമനറി റീസസ്കിറ്റേഷൻ. ഓക്കെ, 30 തവണ കറക്റ്റ് നെഞ്ചുഭാഗത്തേക്ക് വെച്ച് 30 തവണ ഒരു താളത്തിൽ, അതായത് 0-0-0-0 എന്നുള്ളൊരു താളത്തിൽ 1, 2, 3 എന്ന രീതിയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയം തൽക്കാലം കുറച്ച് ബ്ലഡെങ്കിലും തലച്ചോറിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അങ്ങനെ നിങ്ങൾ CPR 30 തവണ ഇത് അമർത്തി കഴിഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ താടി ഒന്ന് പൊക്കി മൂക്ക് പൊത്തിയിട്ട് കൃത്രിമശ്വാസം 2 തവണ അദ്ദേഹത്തിന്റെ വായിലേക്ക് എത്തുന്ന രീതിയിൽ, അധികം പ്രഷർ അല്ലാണ്ട് എന്ന കുറച്ച് പ്രഷറിൽ നമുക്ക് ഊതി കൊടുക്കാം. 2 തവണയാണ് അല്ലെങ്കിൽ എന്ന രീതിയിൽ നമുക്ക് ഊതി കൊടുക്കാം. അപ്പം 30 തവണ നമ്മൾ നെഞ്ചുഭാഗത്തേക്ക് അമർത്തണം. 2 ഇഞ്ച് താഴത്തേക്കാണ് നമുക്ക് താഴത്തേക്ക് അമർത്തിയ ആഴത്തിൽ അമർത്താൻ പാടുകയുള്ളൂ. അതേപോലെ തന്നെ 30 തവണ കഴിഞ്ഞാൽ എയർവേ, നമ്മൾ താടി എല്ല് പൊക്കി കഴിഞ്ഞാൽ നമ്മൾ എയർവേ ക്ലിയർ ആവും. പിന്നെ മൂക്ക് പൊത്തി വായ തുറന്നു കഴിഞ്ഞാൽ ശ്വാസനാളം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. 2 തവണ നമ്മൾ റെസ്പിറേഷനും കൊടുക്കുന്നു. ഇതാണ് CPR പ്രോട്ടോകോൾ, CAB പ്രോട്ടോകോൾ കിടക്കുന്നത്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നതുവരെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു വരുന്ന രീതിയിലും പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിഡന്റ് സിറ്റുവേഷൻ, വെള്ളത്തിൽ വീഴൽ, അതേപോലെ ചോക്കിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം. നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ CPR കൊടുക്കാൻ പാടില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കുഴഞ്ഞു വീണ ഒരു ആളുടെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇനി വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾ നെഞ്ചു ഭാഗത്തേക്ക് അമർത്തുമ്പോൾ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു സ്പൈനൽ ബോർഡോ ബാക്കി കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെഞ്ചെന്ന് പറയുമ്പോൾ CPR കൊടുക്കേണ്ട പൊസിഷൻ 2 കൈയും നമ്മളെ പാമ്പ് കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചു ഭാഗത്തേക്ക് വരണം. നെഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2 മുലക്കണ്ണിയിൽ നിന്നും സെൻട്രൽ ലൈനായിട്ട് പിടിക്കുക. ഇവിടെയാണ് നമ്മളെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ കറക്റ്റ് കൈ വെക്കുക. 2 ഇഞ്ച് താഴ്ന്ന രീതിയിൽ വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമർത്താൻ. ഏതുവരെ അമർത്തണം? ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുന്നവരെ. അദ്ദേഹം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി റിലാക്സേഷൻ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൈകൾ 2 നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഓക്കെ വന്നു, ഒരു കാരണവശാലും സ്പോട്ടിൽ വെള്ളം കൊടുക്കാൻ പാടില്ല, മുഖത്തേക്ക് നല്ല രീതിയിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാനൊന്നും പാടില്ല. വെള്ളം തുടച്ചു കൊടുക്കാം, അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളതല്ല. ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.